Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ നെറ്റ് മാനേജ്മെന്റ് എക്സാം ഇനി അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇനി വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. A to Z കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിന്റെ MCQs പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ നെറ്റ് മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഏരിയയിൽ നിന്ന് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവൻ വീഡിയോയും കാണുക. അതിനുശേഷം നമ്മൾ പറയുന്ന MCQസും നിങ്ങൾ നമ്മളോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് പോർഷനിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആകണമെങ്കിൽ അത് ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോയായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന് എന്തുണ്ടാകുന്നത്, ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, അല്ലെ ഒരു ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ഓരോ സ്റ്റേജിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെന്റ് സ്റ്റേജസിലെ ഓരോ സ്റ്റേജസിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസ് ആണ് ഇത്തരത്തിലുള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്സ്, ഒരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ, അതായത് യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഏത്, പ്രോസസ് കോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. പ്രോസസ് കോസ്റ്റിംഗ് is a method of costing used to ascertain the cost of product at each stage of manufacture or process is called process costing. It is used in mass production industries produced a uniform product. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇത് എന്തിനാണ്, യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ. അതായത് അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്തിലെ ഓരോ സ്റ്റേജിലും എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് മനസ്സിലാക്കാനാണ് ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഏതാണ്, യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് യൂണിഫോം പ്രൊഡക്റ്റ്. ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അല്ലെ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് ആണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ ഒരു നെഗറ്റീവ് ടൈപ്പ് ആയിട്ട് വരാനുണ്ട്. നോട്ട് എ ഫീച്ചർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആണ്. പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഔട്ട്പുട്ട് ഈസ് യൂണിഫോം. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഈസ് യൂണിഫോം. ഡിഫറെന്റ് പ്രൊഡക്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഈച്ച് പ്രോസസ്. അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ് പറഞ്ഞേക്കുന്നത്, വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ള ഒരു ഡൗട്ട് വരും. ബൈ പ്രൊഡക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫീച്ചേഴ്സിന്റെ അകത്ത് പറയുന്ന ഒന്നാമത്തെ ഫീച്ചർ എന്താണ് പറഞ്ഞേക്കുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിരിക്കും. രണ്ടാമത് പറയുന്ന ഔട്ട്പുട്ട് യൂണിഫോം ആയിരിക്കും. മൂന്നാമത് പറയുന്നത് എന്താണ്, വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിലും എന്താണ്, ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചോണം. എന്താണ്, the output of one process is the input of another process till the finished product is produced. അതായത് ഒരു ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടം വരെ, ആ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഗുഡ്സ് ആകുന്നിടം വരെ എന്താണ്, പല പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സിന്റെ എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും. ഓർത്തു വെക്കുക, ഇപ്പൊ പ്രോസസ് വണ്ണിന്റെ ഔട്ട്പുട്ട്, പ്രോസസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് ടുവിന്റെ എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും. പ്രോസസ് ടുവിന്റെ ഇൻപുട്ട് ആയിരിക്കും. ഓർത്ത് വെക്കുക കേട്ടോ.
അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. എന്താണ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നിടം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന, അല്ലെ ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സിന്റെ എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ ലോസസ് അറൈസസ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ പ്രോസസ്സിലും എന്താണ് അവോയ്ഡബിൾ ആയിട്ടുള്ളതും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചാണ് ദ എക്സാമ്പിൾസ് ഓഫ് ഇൻഡസ്ട്രീസ് യൂസിങ് ദ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഷുഗർ, പേപ്പർ, സ്റ്റീൽ, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, സിമെന്റ്സ്, ഓയിൽ റിഫൈനറീസ് ഒക്കെയാണ് പ്രധാനമായിട്ടും എന്ത് യൂസ് ചെയ്യുന്ന പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഇൻഡസ്ട്രീസ് യൂസ്ഡ് ഇൻ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വരാം. താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ഇൻഡസ്ട്രീസ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, കറക്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ലക്ഷ്യം എന്തെല്ലാമാണ്, പ്രോസസ് കോസ്റ്റിംഗിന്റെ ലക്ഷ്യം എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിലും എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി, എത്രത്തോളം കോസ്റ്റ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും, ഈ പ്രോസസ് കോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ടു ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഫോർ നോർമൽ ലോസ്. ഓർത്ത് വെക്കുക, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ നമ്മൾ പഠിക്കും അത് എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ നോർമൽ ലോസും എത്രത്തോളം ഉണ്ടായി, അബ്നോർമൽ ലോസ് എത്രത്തോളം ഉണ്ടായി, അബ്നോർമൽ ഗെയിൻ എത്രത്തോളം അറൈസ് ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും, ഈ പ്രോസസ് കോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ടു അക്കൗണ്ട് ഫോർ ദ ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു എന്താണ്, ഓരോ പ്രോസസ്സിലും ജോയിന്റ് പ്രൊഡക്റ്റ് അല്ലെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ ഉള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്, ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. ടു ഐഡന്റിഫൈ ആൻഡ് അക്കൗണ്ട് ഫോർ നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ ഒക്യുറിംഗ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏതൊക്കെയാണ് നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ജോയിന്റ് പ്രൊഡക്റ്റുകളും ബൈ പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോസസ് ലോസ്. പ്രോസസ് ലോസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രോസസ് ലോസ്. പ്രോസസ് ലോസിന്റെ അകത്ത് വരുന്നതാണ് നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസ്. രണ്ട് തരത്തിലാണ് പ്രോസസ് ലോസുകൾ വരുന്നത്. നോർമൽ ലോസസും ഉണ്ട്, അബ്നോർമൽ ലോസസും ഉണ്ട്. നോർമൽ ലോസസും ഉണ്ട്, അബ്നോർമൽ ലോസസും ഉണ്ട്. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോസ് വിച്ച് ഈസ് unavoidable on the account of the nature of the material is called normal process loss. അതായത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടത്തുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയലിന്റെ ഗുണം കൊണ്ടൊക്കെ നാച്ചുറലി ആ ഒരു ലോസ് ഉണ്ടാവും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലൊരു ലോസ് ഉണ്ടാകാതെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള ലോസിനെയാണ് എന്തെന്ന് പറയുന്നത്, നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അത് നോർമലി എന്ത് ചെയ്യും, സംഭവിക്കും ഓൺ ദ അക്കൗണ്ട് ഓഫ് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ആ ഒരു നേച്ചർ കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. ഓർത്ത് വെക്കുക, ലോസസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. അൺഅവോയ്ഡബിൾ ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല, അല്ലെ അതിന് പ്രിക്കോഷൻസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിൽ ആ ലോസസ് എന്തായാലും പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകും. അത്തരത്തിലുള്ള ലോസസിനെയാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. The cost of normal loss should be borne by the good ഒരു നല്ല പ്രൊഡക്ഷൻ, ഒരു ഗുഡ് പ്രൊഡക്ഷൻ എന്ത് അനിവാര്യമാണ്, നോർമൽ ലോസ് അനിവാര്യമാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് എന്തിന്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ലോസ് വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ്. ഓർത്ത് വെക്കുക, ദ ലോസ് വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ് caused by the abnormal condition is called അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നോർമൽ ലോസിനെക്കാളും കൂടുതലായി എന്തുണ്ടാകുകയാണ്, ആക്ച്വൽ ലോസ് ഉണ്ടാകുകയാണ്. ആക്ച്വലി സംഭവിക്കുന്ന ലോസ് എന്ന് പറയുന്നത് നോർമൽ ലോസിനെക്കാളും കൂടുതലാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ലോസ് വിച്ച് ഈസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ്. നമുക്ക് നോർമലി 8,000 രൂപയുടെ ലോസ് ഉണ്ടാകേണ്ടതാണ്, ആ മെറ്റീരിയലിന്റെ നേച്ചർ ഒക്കെ വെച്ച് 8,000 രൂപയുടെ ലോസ് ഉണ്ടാകേണ്ടതാണ് എന്ന് വിചാരിക്കുക. ആക്ച്വലി നമുക്ക് എത്ര രൂപയുടെ ലോസ് ഉണ്ടായി, 10,000 രൂപയുടെ
ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതായത് എന്തിനേക്കാളും കൂടുതലാണ്, നോർമൽ ലോസിനേക്കാളും കൂടുതലായിട്ട് ലോസ് ഉണ്ടാകുകയാണ് എങ്കിൽ, ആ എന്താണ് അബ്നോർമൽ കണ്ടീഷൻ കൊണ്ട് ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിരുന്നെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള റിപ്പയർസ് നടത്തിയിരുന്നെങ്കിൽ, പ്രോപ്പർ ആയിട്ട് അതിനെ സൂപ്പർവൈസ് ചെയ്തിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ലോസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറയ്ക്കാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ അത് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, നോർമൽ ലോസിനെക്കാളും മുകളിലായിട്ട് ഒരു ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഡ്യൂ ടു ദ എന്താണ് കെയർലെസ്നെസ് കൊണ്ടും പവർ ഫെയിലിയർ കൊണ്ടും ആക്സിഡന്റ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ലോസസുകളാണ് ഏതെന്ന് പറയുന്നത്, ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്, അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഈ അബ്നോർമൽ പ്രോസസ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് ചോദിക്കും വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനായിട്ട്. ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും. എന്താണ് പറഞ്ഞേക്കുന്നത്, ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഓർത്ത് വെക്കുക, ഒന്നുകൂടി ഓർത്ത് വെക്കുക. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എന്റെ കൂടെ തന്നെ പറഞ്ഞ എന്നാണ്, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോർമൽ ലോസിനെ കുറിച്ചും അബ്നോർമൽ ലോസിനെ കുറിച്ചുമാണ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ടൊക്കെ അത് സംഭവിച്ചു പോകുന്ന ലോസ് ആണ്. ഒരു ഗുഡ് പ്രൊഡക്ഷൻ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മളുടെ ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടും പവർ ഫെയിലിയർ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ലോസസുകളാണ് എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരുന്നു. നോർമൽ ലോസിനെക്കാളും കൂടുതലായി ഉണ്ടാകുന്ന ലോസ് ആണ് എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ക്ലിയർ ആണല്ലോ മക്കളെ. അടുത്തതാണ് പ്രോസസ് ലോസിന്റെ അകത്ത് അടുത്തതിലേക്ക് പോവാണ്. നോർമൽ ലോസ് നമ്മൾ പറഞ്ഞതാണ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്, ഇൻവിറ്റബിൾ ലോസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ എക്സ്പെക്ടഡ് ആൻഡ് പ്ലാൻഡ് ദീസ് കോസ്റ്റ് ഈസ് എന്താണ് അബ്സോർബ്ഡ് ബൈ ദ റിമൈനിങ് ഗുഡ് യൂണിറ്റ്. അല്ലെ, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോസ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, നോർമൽ ലോസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനിയൊരു ലോസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് പ്രൊഡക്ഷൻ ഇത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസസ് എക്സീഡ് ദ നോർമൽ ലോസ്, നോർമൽ ലോസിനെക്കാളും കൂടുകയാണ്, എക്സീഡ് ചെയ്യുകയാണ് ഓഫ് ഡ്യൂ ടു ദ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. ദീസ് ആർ യൂഷ്വലി അക്കൗണ്ട് ഫോർ ദ സെപ്പറേറ്റ്ലി നമ്മൾ അക്കൗണ്ട് ചെയ്യുകയാണ്. ഇതിന് ചെയ്യുന്നത് അബ്നോർമൽ ലോസ് ചെയ്യുന്നത് നോർമൽ ലോസിനെക്കാളും കൂടുതലായിട്ട് ഹയർ ആയിട്ട് വരുന്ന ലോസ് ആണ് അബ്നോർമൽ ലോസ്. ഇനി അടുത്ത ഒന്നാണ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലോസിനെക്കാളും ആക്ച്വൽ ലോസ് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് നോർമലി ഒരു പർട്ടിക്കുലർ ലോസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും കുറവാണ് ആക്ച്വലി ഉണ്ടായ ലോസ് എങ്കിൽ അവിടെ എന്താണ്, അബ്നോർമൽ ഗെയിൻ ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് when the actual loss are less than the expected normal loss. ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്തിരുന്ന നോർമൽ ലോസിനേക്കാളും കുറവാണ് എങ്കിൽ അതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. ഇതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. എന്താണ് ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്? നമ്മൾ പറഞ്ഞിരുന്നു പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഈച്ച് പ്രോസസ്സിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അത് എന്താണ് നമുക്ക് പഠിക്കാം. In some industry, 2 or more products are simultaneously produced in the same process. Such products may be joint product, co-products and by-products. ചില ഇൻഡസ്ട്രീസ് എന്താണ് സെയിം പ്രോസസ്സിലൂടെ 2 or more പ്രൊഡക്ട്സുകൾ സൈമൾട്ടേനിയസ് ആയിട്ട്, രണ്ടോ അതിലധികമോ പ്രൊഡക്റ്റുകൾ സെയിം പ്രോസസ്സിലൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് ചില ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അവയെ അറിയപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ജോയിന്റ് പ്രൊഡക്ട്സ് എന്നും കോ പ്രൊഡക്ട്സ് എന്നും ബൈ പ്രൊഡക്ട്സ് എന്നും. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്താണ് ജോയിന്റ് പ്രൊഡക്ട്സ്. ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more products of equal importance simultaneously produced from the same raw materials are called joint products. ഓർത്ത് വെക്കുക, 2 or more products of equal importance, അത് പ്രാധാന്യമുണ്ട് കേട്ടോ. 2 or more ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ ഗുഡ്സുകൾ, ഈക്വൽ ഇമ്പോർട്ടൻസ് ഒരേ പ്രാധാന്യമുള്ള രണ്ടോ അതിലധികമോ ഗുഡ്സുകൾ സെയിം റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് സെയിം പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്,
ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നു. ഓർത്ത് വെക്കുക, 2 or more products of equal importance simultaneously produced from the same raw materials are called joint products. ഓർത്ത് വെക്കണം കേട്ടോ. 2 or more products of equal importance, ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള എന്താണ് രണ്ടോ അതിലധികമോ ഗുഡ്സുകൾ സെയിം റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെയിം റോ മെറ്റീരിയൽ, ഒരേ റോ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി ഫ്രം ദ കോമൺ പ്രോസസ്സിലൂടെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് കമ്പാരിറ്റീവ്ലി ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഏതിനുള്ളത് ജോയിന്റ് പ്രൊഡക്റ്റുകൾക്ക് ഉള്ളത്. ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ ജോയിന്റ് പ്രൊഡക്ട്സ് എന്താണെന്നുള്ളത്. അടുത്തതാണ് എക്സാമ്പിൾസ് നോക്കാം. ജോയിന്റ് പ്രൊഡക്റ്റിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഡയറി ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക്, ബട്ടർ, ഗീ, ചീസ് ഇതെല്ലാം എന്താണ് സെയിം റോ മെറ്റീരിയൽ, അതായത് മിൽക്ക് എന്നുള്ള സെയിം റോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, ഇവയ്ക്കെല്ലാം എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ജോയിന്റ് പ്രൊഡക്ട്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തതാണ് കോ പ്രൊഡക്ട്സ്. കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് പ്രൊഡക്ട്സ്, ഓർത്ത് വെച്ചോണം, ഡിഫറന്റ് പ്രൊഡക്ട്സ് produced in the same organization on different line are called co-production. ഓർത്ത് വെക്കുക, കോപ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു ഓർഗനൈസേഷൻ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഡിഫറൻറ്റ് ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോ-പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഔട്ട് ഓഫ് ദി കോമൺ പ്രോസസ്സ്. ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയല്ല, ഒരു കോമൺ പ്രോസസ്സിലൂടെ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേക്കറിയിൽ ബ്രെഡും കേക്കും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതെല്ലാം എന്താണ് ഒരു കോമൺ പ്രോസസ്സിലൂടെ അല്ലല്ലോ, അപ്പോൾ സെയിം ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. കോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഓർഗനൈസേഷൻ ഓൺ ഡിഫറെന്റ് ലൈൻ ആർ കോൾഡ് കോ പ്രൊഡക്ട്സ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ബൈ പ്രൊഡക്ട്സ്. ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one or more products of small value produced simultaneously with the products of greater value. അപ്പോൾ ഓർത്ത് വെക്കുക, one or more products of small values produced simultaneously with the products of greater value. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഗ്രേറ്റർ വാല്യൂവിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഒരു ഇൻഡസ്ട്രി തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്യുകയാണ്, ഗ്രേറ്റർ വാല്യൂവിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് രണ്ടോ അതിലധികമോ എന്താണ് ചെറിയ വാല്യൂവിലുള്ള ഗുഡ്സുകൾ എന്ത് ചെയ്യുകയാണ്, പ്രൊഡ്യൂസ്ഡ് ആകുകയാണ്, അതിനോടൊപ്പം പ്രൊഡ്യൂസ്ഡ് ആയി വരികയാണ് ഒരു സെയിം കോമൺ പ്രോസസ്സിലൂടെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയാം. അപ്പം മറ്റേ ജോയിന്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവർക്ക് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഇവിടെ ഇമ്പോർട്ടൻസ് കൂടിയ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇമ്പോർട്ടൻസ് കുറഞ്ഞ അല്ലെങ്കിൽ ഗ്രേറ്റർ വാല്യൂവിൽ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം സ്മോൾ വാല്യൂസിൽ മറ്റ് 2-3 പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുകയാണ് അതിനോടൊപ്പം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, one or more products of small values produced simultaneously with the products of greater value is called byproducts. The products greater value is called main product. ആ ഗ്രേറ്റർ വാല്യൂ ഒരു മെയിൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എന്താണ് സബ്സിഡിയറി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് സബ് പ്രൊഡക്റ്റുകളായിട്ട് 2 അതിലധികം പ്രൊഡക്റ്റുകൾ അതിനോടൊപ്പം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഈസ് എ സെക്കൻഡറി ഓർ സബ്സിഡിയറി പ്രൊഡക്റ്റ് എന്താണ് ഇൻസിഡന്റലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് ദി മെയിൻ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിന്റെ സമയത്ത് ഉണ്ടാകുന്ന എന്താണ് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്ട്സുകളാണ് ഇതെന്ന് പറയുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് ഒരു കോട്ടൺ മില്ലിൽ കോട്ടൺ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, കോട്ടൺ സീഡ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസ് ഓർത്ത് വെച്ചോണം. സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഒരു പർട്ടിക്കുലർ സിനാരിയോ എന്നിട്ട് ഇത് ഏത് പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അടുത്തതാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. എന്താണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് നോക്കാം. The point at which the joint products and byproducts are separated during the manufacturing process is called സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഡിഫറെന്റ് പ്രോസസ്സിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പം. അപ്പൊ ഇങ്ങനെ കടന്നു പോരുന്ന സമയത്ത് ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും വേർതിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഓർത്ത് വെക്കുക, ദ പോയിന്റ് അറ്റ് വിച്ച് ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ സെപ്പറേറ്റഡ്. ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ സമയത്ത് അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. അടുത്താണ് സബ്സിക്വന്റ് കോസ്റ്റ്. സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ദ ഫർദർ പ്രോസസിങ്. ഓർത്ത് വെച്ചോണേ, കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ദ further processing after the point of separation of the joint products and byproducts are called
എന്താണ് സബ്സിക്വന്റ് കോസ്റ്റ്. ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും വേർതിരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സബ്സിക്വന്റ് കോസ്റ്റ്. ദ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ദ ഫർദർ പ്രോസസിംഗ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഫർദർ പ്രോസസിംഗിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സബ്സിക്വന്റ് കോസ്റ്റ്. അപ്പൊ ജോയിന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഇൻക്വയർഡ് അപ് ടു ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് ജോയിന്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ജോയിന്റ് പ്രൊഡക്റ്റുകളെയും ബൈ പ്രൊഡക്റ്റുകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റും സബ്സിക്വന്റ് കോസ്റ്റും ജോയിന്റ് കോസ്റ്റും മാറിപ്പോരുത് കേട്ടോ. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ നെറ്റ് മാനേജ്മെന്റിനുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്തായിരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി ആ സിലബസിലെ A to Z കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നെറ്റ് JRFോട് കൂടി തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായും നിങ്ങളെ ഇത് വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പ്രോസസ് കോസ്റ്റിംഗ് അല്ലായിരുന്നോ? അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗിന്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? താഴെ പറയുന്നവയിൽ പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഫീച്ചർ ആണ്. ഔട്ട്പുട്ട് ഈസ് യൂണിഫോം, ഫീച്ചർ ആണ്. ഡിഫറെന്റ് പ്രൊഡക്ട്സ് വിത്ത് ഓർ വിത്തൗട്ട് ബൈ പ്രൊഡക്ട്സ് ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഈച്ച് പ്രോസസ്, ഫീച്ചർ ആണ്. ഇനി എന്താണ്? പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ, കസ്റ്റമർ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണോ? അതേതായിരുന്നു? ജോബ് കോസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? അപ്പം ഇതാണ് തെറ്റായിട്ടുള്ളത്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്താണോ? അല്ല. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രീസ് വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, ഔട്ട്പുട്ട് ഈസ് യൂണിഫോം. ഇറ്റ് ഈസ് നോട്ട് ടിപ്പിക്കലി യൂസ്ഡ് വെയർ ദ പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ വിച്ച് വുഡ് ബി എന്താണ് റിക്വയർ ദ ജോബ് ഓർ ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗിന്റെ അകത്തൊക്കെയാണ് കസ്റ്റമറുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, what does the value of abnormal loss represent in process costing? Process costing il abnormal loss ne represent ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? the total cost of all losses incurred during the production ആണോ? the cost of normal losses minus abnormal gain ആണോ? the cost incurred due to the avoidable losses over the എന്താണ് above normal loss ആണോ? അതോ the value of joint products at the split off point ആണോ? ഏതാണ്? What is this the എന്താണ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണ്? ഏതാ ഓപ്ഷൻ? ഏതാ നിങ്ങൾ മാർക്ക് ചെയ്തോ? ഓപ്ഷൻ സി ആണ് അല്ലെ. ദ കോസ്റ്റ് ഇൻക്വയർഡ് ഡ്യൂ ടു എന്താണ് അവോയ്ഡബിൾ ലോസസ് ഓവർ ആൻഡ് എബവ് നോർമൽ ലോസ്. നോർമൽ ലോസിനെക്കാളും കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ലോസസ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഡസ്ട്രീസ് ഈസ് ദ ലീസ്റ്റ് ലൈക്ലി ടു യൂസ് ദ പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗ് ലീസ്റ്റ് ആണ്, ലീസ്റ്റ് ലൈക്ലി ടു യൂസ് ദ പ്രോസസ് കോസ്റ്റിംഗ്. സ്റ്റീൽ മാനുഫാക്ചറിംഗ് ആണോ? ഓയിൽ മാനുഫാക്ചറിംഗ് ആണോ? ഷിപ്പ് ബിൽഡിംഗ് ആണോ? അതോ സിമെന്റ് പ്രൊഡക്ഷൻ ആണോ? ഏതാണ്? ഈ ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പല പ്രോസസ്സുകളിലൂടെയാണോ പോകുന്നത്? അല്ല. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഷിപ്പ് ബിൽഡിംഗ് ഈസ് എ കസ്റ്റമൈസ്ഡ് പ്രോസസ് ആണ്. വെയർ ഈച്ച് ഷിപ്പ് ഈസ് എ യുണീക്ക് അല്ലെ. ഓരോ ഷിപ്പും എങ്ങനെയാണ് യുണീക്ക് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെന്ന് പറയാം മാസ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് ആണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ജോയിന്റ് പ്രൊഡക്ട്സ് ഈസ് ട്രൂ? ജോയിന്റ് പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ്? ജോയിന്റ് പ്രൊഡക്ട്സ് are of എന്താണ് equal importance and values. Joint products are produced from the different raw materials. Joint products are separated at the split off point. Joint products do not require the joint cost allocation. ഏതാണ്? മാർക്ക് ചെയ്തോ? നിങ്ങൾ മാർക്ക് ചെയ്തോ? ഏതാണ് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ആയിട്ട്? ഓപ്ഷൻ സി ആണ്. ജോയിന്റ് പ്രൊഡക്ട്സ് ആർ സെപ്പറേറ്റഡ് അറ്റ് ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെ. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന്റെ സമയത്ത് ജോയിന്റ് പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദ ജോയിന്റ് പ്രൊഡക്ട്സ് ആർ ദ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സെയിം റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ്. ദേ ആർ സെപ്പറേറ്റഡ് അറ്റ് ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വേർ ദെയർ പ്രൊഡക്ഷൻ പാത്ത് അല്ലെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ,
how is the value of abnormal gain calculated in the process costing? Process costing ലെ abnormal gain calculate ചെയ്യുന്ന equation ഏതാണെന്നാണ് normal cost of normal output into unit of abnormal gain divided by എന്താണ് normal output ആണോ, normal cost of normal output into unit of abnormal gain divided by normal output ആണോ, normal cost of എന്താണ് normal output into unit of abnormal gain divided by abnormal output ആണോ എന്നാണ് abnormal cost of normal output into യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഡിവൈഡഡ് ബൈ അബ്നോർമൽ ഔട്ട്പുട്ട് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്രോസസ് കോസ്റ്റിംഗ് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് അക്കൗണ്ടിങ് ഫോർ ദ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ? അതായത് ഈ പ്രോസസ് കോസ്റ്റിംഗിൽ എന്താണ് ഒരു മെയിൻ പർപ്പസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ നോർമൽ ലോസിനെ, അബ്നോർമൽ ഗെയിനെ. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടു അലോക്കേറ്റ് ദ ജോയിന്റ് കോസ്റ്റ് ആൻഡ് ജോയിന്റ് പ്രൊഡക്ട്സ് ആണോ, അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ബൈ പ്രൊഡക്ട്സ് ആണ്, ടു ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ, ടു സെപ്പറേറ്റ് ദ മെയിൻ പ്രൊഡക്ട്സ് ഫ്രം ദ ബൈ പ്രൊഡക്ട്സ് ആണോ? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം അക്കൗണ്ട് ചെയ്യുന്നത്? ഈ നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിനും എല്ലാം അക്കൗണ്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്യുറേറ്റ്ലി ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ സബ്സിക്വന്റ് കോസ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സബ്സിക്വന്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു സബ്സിക്വന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്? ദ കോസ്റ്റ് ഇൻക്വയർഡ് ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഫോർ ദ ഫർദർ പ്രോസസിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഈ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇന്ന പോർഷന്റെ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ അത് ആ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എങ്കിൽ അറിയിക്കുക. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്